പദ്ധതിയുമായി ബന്ധപ്പെട്ടെന്ന് LDF കൺവീനർ സംസാരിച്ചിരുന്നുവല്ലോ. നയപരമായ ഒരു തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. അടിസ്ഥാന ആശയങ്ങളുണ്ട്, അതിൽ നിന്നുള്ള വ്യതിചലനമായി ഇത് പുറത്ത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ആ ഘട്ടത്തിൽ എന്തിടപെടൽ ഉണ്ടാകുമെന്നാണ് LDF കൺവീനർ പറയുന്നത്. ദീപക്. ഡോക്ടർ ഉന്മേഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, CPIM ഈ വിഷയത്തിൽ നിലപാടിൽ നിന്നും പുറകോട്ട് പോകില്ല, സർക്കാർ പുറകോട്ട് പോകില്ല. അതുതന്നെ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തില്ല എന്നുള്ള CPIയുടെ നിവേദനം, CPI ആ രീതിയിലേക്ക് ഒരു കത്ത് LDF കൺവീനർക്ക് നൽകിയിട്ടുണ്ട്, CPIM സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. അത് ഇന്ന് LDF കൺവീനർ പറയുന്നു അതിനെ ഗൗരവത്തിലെടുക്കുകയാണ്. കാരണം ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ PM ശ്രീ ഒപ്പിടേണ്ടി വന്നു. പക്ഷേ PM ശ്രീ ഒപ്പിടേണ്ടി വന്നത് പ്രത്യേക സാഹചര്യത്തിലാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചും ഈ SSA പദ്ധതി നടപ്പാക്കുന്നതിൽ ശമ്പളം നൽകൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നു. കേന്ദ്രം പണം അനുവദിക്കുന്നില്ല, ഈ കരാറിൽ ഒപ്പിടാതെ പണം ലഭിക്കില്ല. അത്തരമൊരു പ്രത്യേക സാഹചര്യത്തിൽ സമ്മർദ്ദത്തിന് വഴിപ്പെട്ടാണ് ഒപ്പിട്ടത്. അതുകൊണ്ട് ഒപ്പിട്ടു പോയി. ഇനി ഒപ്പിട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ കരാറിലെ എന്തൊക്കെയാണ് വ്യവസ്ഥകൾ, ആ വ്യവസ്ഥകൾ വിശദമായി LDF യോഗം അധികം വൈകാതെ വിളിക്കും. മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ഉടൻ തന്നെ അടുത്ത വാരത്തിൽ തന്നെ LDF ചേരാൻ വേണ്ടിയാണ് ആലോചിക്കുന്നത് എന്നാണ് TP രാമകൃഷ്ണൻ പറഞ്ഞത്. ആ യോഗത്തിൽ ഈ വ്യവസ്ഥകൾ ചർച്ച ചെയ്യും. നേരത്തെ ഈ PM ഉഷ പദ്ധതി നടപ്പിലാക്കിയതുപോലെ PM ശ്രീ പദ്ധതി കേരളത്തിലെ മത സാഹോദര്യ അത്തരത്തിലെ ഘടകങ്ങളെ ഒന്നും തന്നെ ബാധിക്കാത്ത വിധത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് CPIM ലക്ഷ്യമിടുന്നത്. അതുതന്നെയായിരിക്കും ഇടതുമുന്നണിയുടെ യോഗത്തിലും നടപ്പിലാക്കുക. പക്ഷേ എന്നാൽ ഇടതുമുന്നണി കൺവീനർ ഇന്ന് 24 സംസാരിക്കുമ്പോൾ ഈ കാര്യം ഗൗരവത്തിലെടുക്കുന്നു. കാരണം CPI ഉന്നയിച്ച പരാതി ഗൗരവത്തിലെടുത്തുകൊണ്ട് ഇടതുമുന്നണി അടിയന്തരമായി യോഗം ചേർന്ന് ചർച്ച ചെയ്യും എന്നുള്ളതാണ്. ആ ചർച്ചയിൽ ഒരു സമവായത്തിലെത്തി പൊതുവിലുള്ള എല്ലാ പാർട്ടികളുടെയും അംഗീകാരത്തോടുകൂടി ഇത് നടപ്പിലാക്കപ്പെടും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. ഏതായാലും CPIയുടെ ഈ താത്വികാടിസ്ഥാനത്തിലുള്ള പരാതി, കാരണം ഇടതു നയത്തിൽ നിന്നുള്ള വ്യതിചലനം എന്ന പരാതിയെ ഗൗരവത്തിലെടുത്തുകൊണ്ട് ഇടതുമുന്നണി അത് ചർച്ച ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇടതുമുന്നണി കൺവീനറിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ഡോക്ടർ ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.